ഈ ഒരു കാറിൻ്റെ ബാറ്ററി ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഡ്രെയിനായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററീൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ ആസിഡ് ലീക്കായ മാർക്കൊക്കെ കാണാം, അതേപോലെ പൗഡർ കാണാം. ആസിഡ് ലീക്കായാലാണ് ഇത്തരം പൗഡർ വരിക. അപ്പോൾ ഈ ഒരു ലീക്കാവുന്ന ആ ഒരു ആസിഡിൽ ഞങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, ഈ ഒരു മൾട്ടിമീറ്റർ ഈ ലീക്കായ ആസിഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് 1.3 കാണിക്കുന്നുണ്ട്, ആ സെല്ലിലെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആസിഡ് ലീക്കായി കഴിഞ്ഞാൽ അതിൽ ബാറ്ററി ഡ്രെയിനായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ലീക്ക് മാർക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ക്ലീൻ ചെയ്യണം കറക്റ്റായിട്ട്. ഈ ഒരു ആസിഡിൻ്റെ ലെവൽ എത്ര ഉണ്ടെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. ഓവർ ആസിഡ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റാക്കുക. അതേപോലെ ഈ ഒരു ബാറ്ററി ഇപ്പോൾ ഡ്രെയിനായി പോകാനുള്ള കാരണം അതാണ്. ഇപ്പോൾ ഇവിടെ കാണാം, ഈ ഒരു ആസിഡ് ലെവൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സെല്ലിൽ നിന്ന് ആസിഡ് മറ്റേ സെല്ലിലേക്ക് ലീക്ക് ആവുന്നുണ്ട്. അതേപോലെ ഈ ഒരു നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഡ്രെയിനായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാറ്ററി. ബൈക്കിൻ്റെ ആയാലും അതേപോലെ കാറിൻ്റെ ആയാലും ബാറ്ററീൻ്റെ സർഫസൊക്കെ ക്ലീനാക്കി വെക്കുക.